ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോവുകയാണ് എന്നുള്ള ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ആദ്യമൊക്കെ വലിയ ജാടയിട്ടു ദേവയാനി. ഇനിയിപ്പോൾ അച്ഛനും അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പോയി വിളിച്ചുകൊണ്ട് വരേട്ടോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവല്ലേ, മോൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മോള് വരട്ടെ എന്ന് മുത്തശ്ശനും പറഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറഞ്ഞത് വേറൊന്നും കൊണ്ടില്ല, ഇവർക്കിട്ടൊന്നാക്കി പറഞ്ഞതാണ്. കാരണം ഇവർക്കൊരു പ്രതീക്ഷ കൊടുത്തേക്കാം എന്നുള്ളൊരിതിൽ, അല്ലാതെ മുത്തശ്ശനും മുത്തശ്ശിക്കും പോയി വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല. മുത്തശ്ശനും മുത്തശ്ശിയും ആണെങ്കിൽ അതിട്ട് ചെയ്യാനും പോണില്ല. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ഇവരെ ശരിക്കും ഇട്ട് വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നയന ഇന്നിപ്പോൾ അവരുടെ കൂടെ വന്നു കഴിയുമ്പോൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അതാണ് വഴി, ഇതാണ് വഴി, നൂറുകൂട്ടം വഴികൾ ആലോചനയും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇവർ ഫ്രീ ആയി, ഇനിയിപ്പോൾ എല്ലാം നയനെ അങ്ങ് ചെയ്തോളും. അങ്ങനെ 100 കൂട്ടം ആഗ്രഹങ്ങൾ. അപ്പോഴത്തേക്കും മകൻ ആദർശ് അവിടെ ഇരുന്ന് നയന വരികയാണ്, വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കും, ഇനിയിപ്പോൾ അവളുടെ മുന്നിൽ എനിക്ക് അങ്ങനെ താഴേണ്ടിയൊന്നും വന്നില്ലല്ലോ, കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് മുത്തശ്ശനും തന്നെ അവസാനിപ്പിച്ചു, ഭാഗ്യം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം അങ്ങനെ ഇരിക്കുക. പക്ഷെ ആദർശിനും ഈ പറയുന്ന 2 പൂതനകൾക്കും കൂടെ ഉള്ള പണിയാണ് മുത്തശ്ശൻ കൊടുത്തതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഇവർക്കില്ല. മുത്തശ്ശനും മുത്തശ്ശിയും പോയി നയന വരുന്നത് പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ വീട്ടിൽ അത്രയും പണി കുറച്ച് ചെയ്താൽ മതിയല്ലോ, നയന വന്നു കഴിയുമ്പോൾ ചെയ്തോളൂല്ലോ. ഈ പ്രതീക്ഷയിൽ നമ്മുടെ ജലജയും അതുപോലെ തന്നെ ദേവയാനിയും കൂടെ ഇരിക്കുന്നു. എന്നിട്ട് 2 പേരും കൂടെ പറയുന്നുണ്ട്, എന്നാലും അച്ഛൻ ഇത്ര പെട്ടെന്ന് അങ്ങനെ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. നീ പറഞ്ഞതുപോലെ തന്നെ ശരിയാ, ഞാനും ഒരിക്കലും വിചാരിച്ചില്ല അച്ഛൻ ഇങ്ങനെ നമുക്കൊരു സഹായം ചെയ്തു തരുമെന്ന്. എന്തായാലും അച്ഛൻ ചെന്ന് വിളിച്ച് അവൾ വരാതിരിക്കില്ല, അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മുടെ കാര്യം കുറച്ചുകൂടി സേഫായി എന്നൊക്കെ പറയുന്നു. അപ്പോൾ 2 പേരും കൂടി ഇങ്ങനെ ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് നമ്മുടെ കനകം വളരെയേറെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക. വേറൊന്നും കൊണ്ടല്ല, എന്തൊക്കെയാണ് ഇവരുടെ മനക്കോട്ടകൾ. അവർ തിരിച്ചു വന്നു കഴിയുമ്പം ആട് കടന്നെടുത്തൊരു പൂട പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെ നയനയില്ല, ആരുമില്ല. അന്നേരമാണ് ഇവരുടെ മട്ടും മാതിരിയും മാറാൻ പോകുന്നതും 1ന് 10 എന്നുള്ള രീതിയിൽ ഇരട്ടി പണിയാകാൻ പോകുന്നതും. അങ്ങനെ നമ്മുടെ കനകം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ നയനയുടെ തീരുമാനം അത് അടിപൊളിയായിരുന്നു. ഇനി വേലക്കാരിയായിട്ട് ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്നുള്ളത്, ആ ഭാര്യ അല്ലെങ്കിൽ മരുമകൾ എന്നുള്ള സ്ഥാനം തരാതെ വരില്ല എന്നുള്ളത്. അപ്പോൾ അത് ആദർശിന് അറിയാമല്ലോ. ആദർശത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി അവൾ വരുമെന്ന് പറഞ്ഞിട്ട് വരാതെങ്ങാനും ഇരിക്കുമോ, അവൾ എന്നോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത്. അപ്പം നയനെ ഇനിയും വേലക്കാരിയാക്കി കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന ഈ 2 എന്താ പറയുന്നത്, ദേവയാനിക്കും ജലജയ്ക്കുമാണ് മുത്തശ്ശനും മുത്തശ്ശിയും യഥാർത്ഥ പണി കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പോയി കല്യാണമൊക്കെ വിളിച്ചിട്ട് തിരിച്ച് മടങ്ങി വരുന്നു. അപ്പോൾ ഇവരുടെ വണ്ടി വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കാത്തിരിക്കുക നയന വരുന്നത് നോക്കി. പോയതുപോലെ തന്നെ അവർ 2 പേരും ഇറങ്ങി വരുന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്ക് എത്തി ബാക്കോട്ട് നോക്കുക, പുറകിൽ നിന്ന് നയന വന്നില്ലേന്ന്. ആ സമയം നയനയില്ല, നിരാശപ്പെട്ടിങ്ങനെ ഇരിക്കുക. അച്ഛാ അവളെന്താ വന്നില്ലേ എന്ന് ഇവർ ജലജയൊക്കെ ചോദിക്കുമ്പോൾ, തിരക്ക് കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, മാത്രമല്ല മോളെ ഞങ്ങൾ വിളിച്ചായിരുന്നു, അപ്പം മോള് വരുന്നില്ലെന്നാ പറഞ്ഞു എന്ന് പറഞ്ഞു. വരുന്നില്ലെന്ന് പറഞ്ഞു? അതെ, ഈ വീട്ടിൽ മോൾക്ക് യാതൊരു സ്ഥാനവുമില്ല, മാത്രമല്ല വേലക്കാരിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ സ്ഥാനമില്ലാത്ത വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അമ്മയ്ക്കാണെങ്കിലും ആദർശേട്ടനാണെങ്കിലും ഞാൻ ഇവിടുന്ന് പോകുന്നതാണ് ഇഷ്ടമെന്ന് എപ്പോഴും പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീയൊക്കെ പറഞ്ഞ നിൻ്റെയൊക്കെ വാക്കുകൾ തന്നെയാണ് നിനക്കൊക്കെ വിനയായതെന്ന് മുത്തശ്ശൻ പറയാം. നിൻ്റെയൊക്കെ വായിലെ നാവ് നല്ലതായിരുന്നെങ്കിലേ ഇന്ന് നയനമോൾ ഈ വീട്ടിൽ കണ്ടേനേന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനയും ഇത്രയ്ക്ക് അഹങ്കാരം പിടിച്ചവളാണോ എന്നുള്ള രീതിയിൽ ജലജിയും അതുപോലെ ദേവയാനിയും കൂടെ അച്ഛൻ്റെ മുന്നിൽ വല്ല ഷോ ഇറക്കിയപ്പം, നിൻ്റെയൊക്കെ വായിലെ നാവ് എന്ന് നേരെയാകുന്നു, അന്നല്ലാതെ ഈ വീടൊരു ഇതാവില്ല എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ 2 പേരും നോക്കിയിരിക്കണ്ട, ബാക്കി ജോലികളൊക്കെ പോയി തീർത്തോളാൻ പറഞ്ഞിട്ട് മുത്തശ്ശനും കൂടെ അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ആദർശം, മുത്തശ്ശ നയന വന്നില്ലേന്ന് ചോദിച്ചു ചെന്നപ്പോൾ, നിനക്ക് നാണമില്ല എന്നോട് ഇത് ചോദിക്കാൻ? നിനക്ക് നിൻ്റെ ഭാര്യയെ വിളിക്കുകയോ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വരികയോ ഒക്കെ ചെയ്തൂടെ? നീ വിളിച്ചിട്ട് വരാത്ത നിൻ്റെ ഭാര്യ ഞാൻ വിളിച്ചാൽ വരുമെന്ന് നിനക്ക് തോന്നണുണ്ടോ എന്ന് മുത്തശ്ശൻ അന്നേരം ചോദിച്ചു. നയനമോൾ ഇനി ഇങ്ങോട്ടേക്ക് വേലക്കാരിയുടെ സ്ഥാനം പറ്റി വരില്ലെന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആദർശന് മനസ്സിലായി അവൾ പറഞ്ഞ തന്നെയാണെന്നുള്ളത്. അപ്പോൾ അവൾ മാക്സിമം കിട്ടിയ അവസരം മുതലെടുക്കുകയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആദർശ് പറയുമ്പോൾ, അവളല്ല, നീയാണ് കിട്ടിയ അവസരം മുതലെടുക്കാൻ നോക്കുന്നത്, നിൻ്റെ അമ്മയും. എങ്ങനെയെങ്കിലും കൈ നനയാതെ മീൻ പിടിക്കാമെന്നാണ് നീയും നിൻ്റെ അമ്മയും വിചാരിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും പിന്നെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ, എങ്ങനെ വേണമെങ്കിലും നയനമോളെ
ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയോ ചെയ്യാമല്ലോ. നിങ്ങളായിട്ട് പോയി വിളിച്ചുകൊണ്ട് വരുമ്പം അതിന് പറ്റില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശൻ ശരിക്കും അങ്ങ് കൊടുത്തു. അപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ദേവയാനിയും ജലജയും അവിടെ ചമ്മി നിന്നതുപോലെ തന്നെ ഇവിടെ കൊച്ചുമകനും ചമ്മി നിൽക്കുന്നു. ഈ ഒരു കടമ്പ കഴിഞ്ഞിട്ട് മുത്തശ്ശിയും മുറിയിലേക്ക് പോയിട്ടോ. അവർ നയനയെ കണ്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞൊക്കെയാണ് അവർ വന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ആദർശ് ഫോൺ എടുത്ത് നയനയെ വിളിച്ചു. നയനയെ വിളിച്ചിട്ട് മുത്തശ്ശിയും വിളിച്ചിട്ട് നീ എന്താ വരാത്തതെന്ന് ചോദിച്ചു. മുത്തശ്ശി അല്ലല്ലോ എന്നെ വിളിക്കേണ്ടവരല്ലേ എന്നെ വിളിക്കേണ്ടത്. അപ്പോൾ ആദർശേട്ടനല്ലേ പറഞ്ഞത്, ആദർശേട്ടന് ഞാനില്ലെങ്കിലും കുഴപ്പമില്ല, എന്നോട് അങ്ങോട്ട് വരണ്ടാന്ന്. അത് ഞാൻ പറഞ്ഞു, അത് പറയാൻ തന്നെയാണ് ഞാൻ വിളിച്ചത്. അങ്ങനെ മുത്തശ്ശിക്കും സോപ്പിട്ടെങ്ങാനും നീ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കിയായിരുന്നെങ്കിൽ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ വന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ആദർശേട്ടൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് വേറെ ഒന്നും പറയാനില്ലെന്ന് ആദർശ് ശരിയെന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് കാര്യം മനസ്സിലായി. താൻ ചെല്ലും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു തൻ്റെ ഭർത്താവ്, പക്ഷേ അതൊന്നും കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ ദേവയാനിയും ജലജയും രാഗി നേർന്ന് വീണ്ടും അടുക്കളയിലേക്ക് കയറുന്നു. വായേട്ടത്തി അല്ലെങ്കിൽ വാടി എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് തന്നെയാണ് വിധിയെന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ പോയി അടുക്കളയിൽ കിടന്ന് ചത്ത് കിടന്ന് പണി ചെയ്ത് ഇവർക്കൊക്കെ കഴിക്കാൻ കൊടുത്തു. വായിൽ വെക്കാൻ കൊള്ളത്തില്ല. അങ്ങനെ കുറച്ച് ദിവസമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി തന്നെ മടുത്ത് ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, എടാ എന്തെങ്കിലും കാണിച്ച് നീ പോയി അവളെ ഒന്ന് വിളിച്ചോണ്ട് വരാൻ, പണിയെടുത്തരം നടു ഒടിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലല്ലോ, അമ്മ അവൾക്കൊരു വേലക്കാരിയുടെ സ്ഥാനമല്ലേ കൊടുത്തിരിക്കുന്നത്, അത് ഞാൻ അങ്ങനെ തന്നെയേ കൊടുക്കുകയുള്ളൂ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് അവൾ വരില്ലെന്ന് എന്നോട് പറഞ്ഞത്. മരുമകളുടെ സ്ഥാനവും ഭാര്യയുടെ സ്ഥാനവും കിട്ടാതെ ഇനി അവൾ ഇങ്ങോട്ടേക്ക് ഇല്ലെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എങ്ങനെ പോയി വിളിക്കുന്നതെന്ന് ചോദിച്ചു. എന്താ നിനക്ക് അവൾക്ക് ഭാര്യയുടെ സ്ഥാനം കൊടുക്കണമെന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എനിക്കങ്ങനെയൊന്നും ഇല്ലാമേ, പിന്നെ അമ്മ മരുമകളുടെ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇത് വെച്ച് വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. എനിക്ക് ഈ ജന്മമുള്ള മരുമകളായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ദേവയാനി വീണ്ടും ആദർശനോട് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അമ്മയും അതുപോലെ അപ്പച്ചിയും കൂടെ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യേണ്ടി വരും, നയന വരുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് ആദർശ് പറയുന്നു. എന്തൊരു നാശമോ, കിട്ടിയ അവസരം അവൾ നന്നായി ഉപയോഗപ്പെടുത്തുക. എൻ്റെ ഈ മനസ്സിൽ അവൾക്കൊരു വേലക്കാരുടെ സ്ഥാനം പോലും ഇല്ല. പിന്നെയും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയെങ്കിലും ആ ജന്തുവിനെ ഇവിടെ പിടിച്ചു നിർത്തിയതെന്നൊക്കെ പറഞ്ഞു. അമ്മ അങ്ങനെ വെറുപ്പ് കാണിക്കും തോറും നയന ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കുറയും. മാത്രമല്ല നയന ഇവിടെ ഇല്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ വീട്ടിലുണ്ടെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ എൻ്റെ അരികിലേക്ക് വന്നതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ, എന്ത് പ്രശ്നം, അവളില്ലെങ്കിലും ഈ വീട് നല്ല പുഷ്പം പോലെ നടന്നു പോകും, ഞാൻ പിന്നെ നിൻ്റെ കാര്യം ഓർത്തിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് തലയിലേക്ക് വെച്ച് കൊടുക്കും അമ്മ മകന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ അവളില്ലെന്നോർത്ത്, എൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ നടക്കുന്നില്ലായിരുന്നു, അതുപോലെ തന്നെ ഇനിയും നടക്കും. അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരാം എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ അമ്മയും മോനും കൂടെ അതും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയും തർക്കിച്ച് നിന്നിട്ട് കാര്യമില്ല. അവളുണ്ടെങ്കിലേ തനിക്ക് വിശ്രമിക്കാനും തനിക്ക് ചുമ്മാ കുറ്റവും കുശുമ്പും പറഞ്ഞ് നടക്കാനും കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ ഇനിയിപ്പോൾ എൻ്റെ പേരിലെങ്കിൽ എൻ്റെ പേരിൽ എന്തെങ്കിലും ആവട്ടെ, നീ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവളെ വിളിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. അവൾ വന്നു കഴിയുമ്പോൾ ഒരു വേലക്കാരി എന്നുള്ള മട്ടിലും മാതിരിയിലും അമ്മ അവളോട് സംസാരിക്കരുത്. അങ്ങനെ അമ്മ അവളോട് പറയുകയും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാൽ ആ നിമിഷം അവൾ വീണ്ടും ഇറങ്ങിപ്പോകും, അത് 100% ഉറപ്പാണ്. നയനയുടെ സ്വഭാവം എനിക്കറിയാമേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവളോട് മിണ്ടാൻ പോലും പോകുന്നില്ല, എന്താ പോരെ, അവളെപ്പോലെ ഒരുത്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് കയറ്റി വെച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ എന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടോ. ഞാൻ അവളോട് ഇനി സംസാരിക്കുന്നേ ഇല്ല, അത് പോരെയെന്നും ചോദിച്ചിട്ട്. മരുമകളാണെന്നും പറയുന്നില്ല, വേലക്കാരിയാണെന്നും പറയുന്നില്ലെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആദർശനൊന്ന് സമാധാനമായത്. എന്തായാലും ഇനിയിപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വല്ല വിഷയം ഉണ്ടാക്കാനുള്ള വഴിയില്ല. കാരണം അമ്മ അടുത്ത സുല്ലിട്ട കേസുകെട്ടായിപ്പോയി വീട് നോക്കുന്ന കാര്യത്തിൽ. അങ്ങനെ അതും കഴിഞ്ഞ് ദേവയാനി അങ്ങ് പോയി. പിന്നെ നമ്മുടെ ആദർശന് സന്തോഷമായി, അമ്മയുടെ സമ്മതം കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പോയി ഭാര്യയെ വിളിച്ചുകൊണ്ട് വരാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദർശ് നേരെ നയനയെ വിളിക്കാനായിട്ട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്നു ആദർശും നയനയും തമ്മിൽ കണ്ടു. അപ്പോൾ ആദർശ് ചെന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ചെന്ന് ആദർശ് നയനയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണെന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയും എന്നെ വേലക്കാരിയായിട്ടും ഒക്കെ മുദ്ര കുത്തി കൊണ്ടുപോകാനാണെന്ന് ചോദിച്ചപ്പം ഒരിക്കലുമല്ല, നിന്നോടുള്ള ദേഷ്യമൊക്കെ അമ്മയ്ക്ക് മാറി, മാത്രമല്ല ഇപ്പം നിന്നോട് അമ്മയ്ക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് ആദർശേട്ടൻ പറഞ്ഞാൽ പോരല്ലോ, അമ്മ പറയണ്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ, നീ ഇങ്ങനെ വാശി പിടിച്ച് നിന്നാലേ ഒരു കാര്യവും നടക്കില്ല, നീ അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. മുത്തശ്ശിയുടെ ഒക്കെ കാര്യം വളരെ പരിതാപകരമാണ്, നീ വരണം എന്നൊക്കെ പറഞ്ഞു. മുത്തശ്ശൻ ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ അത്യാവശ്യമാണെന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ അവിടെ നല്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കണില്ലേന്ന് ചോദിച്ചു. അമ്മ അവിടെ ഉണ്ടല്ലോ, പിന്നെ നിൻ്റെ അമ്മേനെ അടുക്കളയിൽ കയറ്റിയാലേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദർശ്. അപ്പോഴും നയന ഇങ്ങനെ അമ്പിനും വിളിനും അടുക്കാതെ ഇരിക്കുന്നു. അപ്പോൾ ചെന്നു കാല് പിടിക്കുന്നത് പോലെ യാചിക്കുകയാണ്, എൻ്റെ കൂടെ വരണേ എന്ന് പറഞ്ഞോണ്ട്. നയന അമ്പിനും വിളിനും അടുക്കണില്ല. അപ്പോഴേക്കും പിന്നെ അച്ഛൻ പറഞ്ഞു, മോളെ ഇനിയും എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്,
അവിടെ ഇവിടെയും നിന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ എന്തിനാണ് നിങ്ങൾ കളയണതെന്നൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് നയനെ അന്നേരം പറയാം. അപ്പോൾ ആദർശ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇനി ഒരു വേലക്കാരിയായിട്ടല്ല നീ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്, അനന്തപുരിയിലെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം ഉള്ള ഒരാളായിട്ട് തന്നെയാണ്, അവിടുത്തെ മരുമകളായിട്ട് തന്നെയാണ് നീ വരാൻ നിന്നെ ഞാൻ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദർശ് നയനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നയനെ അപ്പോൾ നയനെ ചോദിച്ചു, ഉറപ്പാണല്ലോ അല്ലേ അവിടെ വരുമ്പോൾ മാറ്റമൊന്നും വരില്ലല്ലോ എന്ന്. അങ്ങനെ അപ്പോൾ ഇല്ല നീ വരാൻ പറഞ്ഞു. അങ്ങനെ ആദർശ് ദേവയാനിയെ തോപ്പിച്ചുകൊണ്ട് അനന്തപുരിയുടെ രാജ്ഞിയാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ നയനയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ തനിക്ക് നയനയുടെ മുന്നിൽ തോൽക്കേണ്ടി വന്നു എന്നുള്ള ഒരു ഇത് ഭയങ്കരമായിട്ട് ദേവയാനിയുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റാതെ ഉള്ളിക്കിടന്നിങ്ങനെ തിങ്ങി 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 ഞെരുങ്ങി ഒരു പരുവത്തിലെത്തുവാണ് ദേവയാനി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ നയന അനന്തപുരിയിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുന്നത്, അത് പഴയ കൊട്ടാരമായി തന്നെ മാറി. എല്ലാ സന്തോഷങ്ങളും ആ വീട്ടിലേക്ക് വരുന്നു. പിന്നെ ആദർശിന് പതുക്കെ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. ആദർശ് ഭാര്യയെ സ്നേഹിക്കാനും അതുപോലെ തന്നെ നയനയ്ക്ക് മുല്ലപ്പൂ മേടിച്ചു കൊടുക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് സ്നേഹിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ജീവിതം ഹാപ്പി ആയി തുടങ്ങി. ഈ സമയത്തും നയന കണ്ടുപിടിക്കാൻ പറ്റാതെ പോയ ഒരു കാര്യത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക, അതായത് നമ്മുടെ നന്ദുവിൻ്റെ മനസ്സിൽ ആരാണെന്ന്. പക്ഷെ അത് കണ്ടുപിടിച്ചേ അടങ്ങുള്ളൂ. അതിനുവേണ്ടി നയന കുറുക്കു വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തേടി 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 നടന്ന് നമ്മുടെ നന്ദുവിൻ്റെ മനസ്സിൽ ആരാണെന്നുള്ളത് സത്യം നമ്മുടെ നയന കണ്ടെത്തുന്നു. ഇതറിഞ്ഞ് നമ്മുടെ നയന ഞെട്ടി. ഇതുമായിട്ട് നേരെ നയന കനകത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, അമ്മ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്, എല്ലാം മറച്ചു വെച്ചതെന്നുള്ള കാര്യം ചോദിക്കാം. കനകത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അത് പറയാതിരിക്കാനല്ലേ കനകത്തിന് പറ്റുള്ളൂ. കനകം അന്നേരം എന്തുകൊണ്ടാണ് ഇത് പറയാതിരുന്നത് എന്നുള്ള കാര്യം നയനയോട് പറയുന്നു. ഇനി ഈ ഒരു വിഷയത്തിന് നയന എന്ത് പരിഹാരമാണ് കാണാൻ പോകുന്നതെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. ഒരുപക്ഷെ സൈലൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ആദർശനോട് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.